റിപ്പോർട്ട് ബ്രേക്കിംഗ്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയായ യുവതിയെ മർദ്ദിച്ച CI പ്രതാപചന്ദ്രനെതിരെ പരാതി പ്രളയം. ഗർഭിണിയുടെ മുഖത്തടിച്ചതിന് പുറമെ യുവാവിനെ ലാത്തികൊണ്ട് മർദ്ദിച്ചെന്നും ഇയാൾക്കെതിരെ മുൻപും പരാതിയുണ്ട്. മർദ്ദനത്തിൽ കാക്കനാട് സ്വദേശി റിനീഷിന് സാരമായി പരിക്കേറ്റിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് പ്രതാപചന്ദ്രനെതിരെ 3 തവണ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ കർശന നടപടി ഉണ്ടായില്ല. നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മോശം അനുഭവമുണ്ടായെന്ന് നിയമ വിദ്യാർത്ഥിനി പ്രീതി രാജ് ഇന്ന് റിപ്പോർട്ടറിനോട് പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നിട്ട് അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ റിനീഷനാന്ന് പറഞ്ഞു. നിൻ്റെ വീട് എവിടെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു കാക്കനാടെന്ന് പറഞ്ഞു. കാക്കനാടുള്ളവനെ എറണാകുളത്ത് എന്തിനു വന്നേന്നൊക്കെയുള്ള രീതിയിൽ പിന്നെ ഹെഡ്സെറ്റ് എൻ്റെ പോക്കറ്റിൽ എന്താണെന്ന് ചോദിച്ചു. ഹെഡ്സെറ്റിൻ്റെ കവറുണ്ടായി ബ്ലൂടൂത്തിൻ്റെ, അതാന്ന് പറഞ്ഞിട്ട് അത് എടുക്കുന്ന സമയത്താണ് എന്നെ തല്ലിയത്. ലാത്തിക്ക് അടിച്ചപ്പോൾ ലാത്തി ഒടിഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ എന്നെ തല്ലണേന്ന് ചോദിച്ചപ്പോൾ മുഷ്ടി ഉരുട്ട് മുഖത്തിട്ട് അടിച്ചായിരുന്നു. ഭയങ്കര ദേഷ്യം വൈരാഗ്യമുള്ള രീതിയിലായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിലാണ് ഇയാൾ തല്ലണത്. നമ്മളെന്തെങ്കിലും അയാളുടെ അടുത്ത് എതിർത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ നീ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ട്, എൻ്റെ വേറെ എന്തെങ്കിലും പിടിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല. അയാളുടെ തരിപ്പ് തീരുന്നവരെ എന്നെ തല്ലിയിട്ടുണ്ട്. എന്തായാലും എന്നെ വിടുന്ന സമയത്ത് പറഞ്ഞായിരുന്നു ഇങ്ങനെ തല്ലിയിട്ടുണ്ട്, നിങ്ങൾ കേസ് കൊടുക്കണമെങ്കിൽ എനിക്ക് വേറെ രീതിയിൽ എഴുതാനാന്ന് പറഞ്ഞു. നമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ള കേസ് ഉണ്ടാക്കി വെക്കും. പിന്നെ അത് തെളിയിക്കാൻ എന്നെ കൊണ്ട് എന്തായാലും പറ്റില്ല. മനുഷ്യരോട് ഇത്രയും വൈരാഗ്യം എന്തിനാണ് ഇയാൾ ഇങ്ങനെ ഇതേപോലെ തല്ലണത്? നമുക്ക് ഒരാളുടെ അടുത്ത് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. ശരൺ ചേരുന്നു. ശരൺ, ഈ പ്രതാപചന്ദ്രൻ സ്വന്തം പ്രതാപം മുഴുവൻ ഇങ്ങനെ ആളുകളെ ആക്രമിക്കാനാണ് കാലങ്ങളായി ഉപയോഗിച്ചു വരുന്നതല്ലേ? ഓരോ പരാതികളും വ്യക്തമാവുന്നത് ഇങ്ങനെയാണ്. റിനീഷിന്റെ പരാതി ഗൗരവതരമാണ് എന്ന് രാവിലെ പ്രീതിരാജ് എന്ന് പറയുന്ന നിയമ വിദ്യാർത്ഥിനി ഡോക്ടർ അരുൺകുമാറിനോട് വിശദീകരിച്ചതും അവരും വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഇയാളെ കൊണ്ട്. അപ്പോൾ ഇതിപ്പോ പുറത്തു വരുന്ന പരാതികളാണ്. എത്രയെത്ര പരാതികൾ, അനുഭവങ്ങൾ ഇങ്ങനെ മനുഷ്യർക്കുണ്ടായിട്ടുണ്ടോ ആവോ? റോഷ്നി, മിന്നൽ പ്രതാപൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അതിന് കാരണം ഈ പ്രതികളെന്ന് സംശയിക്കുന്ന ആളുകളെയും അവരെയൊക്കെ കസ്റ്റഡിയിലെടുക്കും, ഒപ്പം തന്നെ ഈ പ്രതികളെയൊക്കെ കസ്റ്റഡിയിലെടുക്കും. അങ്ങനെ എടുക്കുന്ന സമയത്ത് എങ്ങനെയാണോ ഇയാൾ കൈകാര്യം ചെയ്തിരുന്നത് ആ രീതി വെച്ചാണ് മിന്നൽ പ്രതാപൻ എന്നുള്ള പേര് വന്നിരുന്നതെന്നുള്ളതാണ്. എന്തായാലും ഇയാളുടെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു 2023-24 കാലമെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇയാൾ നോർത്ത് സ്റ്റേഷനിലെ SHO ആയിരുന്നു. ആ സമയത്താണ് അനവധി പരാതികൾ ഉയർന്നു വന്നിരുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പരാതികളാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് വെച്ചിരുന്നത്. ഒന്ന് ഈ യുവതിയുടെ പരാതിയാണ്, ഗർഭിണിയായ യുവതിയുടെ പരാതിയാണ്. നേരത്തെ തന്നെ അത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നതാണ്. അതിൽ ഈ ഇന്നലെ CCTV ദൃശ്യങ്ങൾ വന്നോടുകൂടിയാണ് എത്രമാത്രം ഗുരുതരമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് നമുക്ക് വ്യക്തമായത്. അതായത് ഈ പ്രതാപ് ചന്ദ്രൻ മുഖത്തടിക്കുകയാണ്, യുവതിയുടെ മുഖത്തടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ അങ്ങനെ അത് വ്യക്തമാണ്. ഒപ്പം തന്നെയാണ് മറ്റൊരു പരാതി, അത് നോർത്ത് പാലത്തിന് താഴെ വെച്ച് കാക്കനാട് സ്വദേശിയായ റിനീഷിന് നേരിടേണ്ടി വന്ന ദുരനുഭവമാണ്. അദ്ദേഹം മാൻ പവർ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവിടേക്ക് വന്നിരുന്നത്. അപ്പോൾ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രകോപിതനായി ഇയാൾ വലിയ രീതിയിലുള്ള ആക്രമണമാണ് അഴിച്ചുവിടുകയും ചെയ്തിരുന്നത്. ലാത്തി കൊണ്ടടിക്കുന്നു, അതിന് പുറമെ തന്നെ ചികിടത്തടിക്കുന്നു. അങ്ങനെ വലിയ മർദ്ദനം, സാരമായി തന്നെ പരിക്കേറ്റ റിനീഷ് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സാഹചര്യം ഉണ്ടായിരുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യുവ നടനായ സനൂപിന് നേരിടേണ്ടി വന്ന ദുരനുഭവമാണ്. അദ്ദേഹത്തെ 2023 തന്നെയാണ്, ഏപ്രിൽ മാസത്തിലാണ്, അത് ദേശാഭിമാനി റോഡിൽ വെച്ചാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. പ്രധാനമായും പോലീസിനെ ആക്രമിച്ചു എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിൽ കസ്റ്റഡിയിലെടുത്തിരുന്നത്. കസ്റ്റഡിയിലെടുത്ത ശേഷം മുഖത്തടിച്ചു എന്നുള്ളതായിരുന്നു സനൂപിന്റെ പരാതി. എന്തായാലും പിന്നീട് അതിന്റെ ദൃശ്യങ്ങൾ, അതായത് ഈ സനൂപിനെ വലിച്ചടച്ച് വാഹനത്തിലേക്ക് പ്രതാപചന്ദ്രന്റെ നേതൃത്വത്തിൽ കയറ്റുന്നതൊക്കെ തന്നെ ആ ദൃശ്യങ്ങൾ വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 3 സംഭവങ്ങളിലും സ്പെഷ്യൽ ബ്രാഞ്ച് കൃത്യമായി തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ സംഭവത്തിൽ ഈ ഗർഭിണിയായ യുവതിയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചതിൽ വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച പ്രതാപചന്ദ്രന്റെ ഭാഗത്തുനിന്നുണ്ടായി. പ്രത്യേകിച്ച് ഈ വനിതാ പോലീസ് അവിടെ ഉണ്ടായിട്ട് അവരുടെ സാന്നിധ്യത്തിലാണ് ഇയാൾ മർദ്ദിച്ചത്. അതുകൊണ്ട് തന്നെ അത് ഒരു രീതിയിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു റിപ്പോർട്ട്. ഒപ്പം തന്നെയാണ് ഈ റിനീഷിനെ മർദ്ദിച്ച സംഭവത്തിലാണെങ്കിലും യുവനടനായ സനൂപിനെ മർദ്ദിച്ച സംഭവത്തിലും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നത്. എന്നാൽ അതിൽ ഒരു ചെറിയ നടപടിയിൽ മാത്രം ഇത് ഒതുക്കുകയാണ് ചെയ്തിരുന്നത്. പ്രധാനമായും നമ്മൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ 3 കാര്യത്തിലും ഗുരുതരമായിട്ടുള്ള വീഴ്ച പ്രതാപചന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കരിയറിൽ, അതായത് ഇതിൽ സർവീസ് ഹിസ്റ്ററിയിൽ ബ്ലാക്ക് മാർക്ക് രേഖപ്പെടുത്തുക, അങ്ങനെ ശമ്പള വർധന തടയുക മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ്. ഒരു പക്ഷേ അന്ന് തന്നെ കടുത്ത നടപടി, സസ്പെൻഷൻ പോലുള്ള കടുത്ത നടപടികളിലേക്ക് പോയിരുന്നുണ്ടെങ്കിൽ കൂടുതൽ പരാതികൾ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്രതാപചന്ദ്രനെതിരായ ഓരോ പരാതികളും പുറത്തു വരുമ്പോൾ അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ശരൺ നൽകിയത്.